എന്താണ് വോയിപ്പ്? വോയിസ് ഓവർ IP, അതായത് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. നമ്മുടെ IP ഫോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IP ഫോൺ, അതായത് വോയിസ് ഓവർ IP ഫോൺ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതായത് ആ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ കോൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ടെക്നോളജിയാണ് ഈ ഒരു വോയിസ് ഓവർ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് കേബിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RJ45 കണക്ടർ ഉപയോഗിച്ച്, Cat 6 ആണെങ്കിൽ Cat 6 ആ ഒരു കേബിൾ വെച്ച്, അതായത് ഇൻ്റർനെറ്റ് കേബിൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു ലാൻ കേബിൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫോണിൽ കണക്ട് ചെയ്ത് അവിടെ നിന്നൊരു കോൾ ചെയ്യാം. അപ്പോൾ അവിടെയാണ് ആ ഒരു ഇൻ്റർനെറ്റ് ഓവർ പ്രോട്ടോക്കോൾ, ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ സെയിം പ്രോട്ടോക്കോളിൽ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു വോയിസ് ഓവർ IP വോയിസ് നമ്മൾ ആ ഒരു IPയിൽ കൂടി നമ്മൾ സംസാരിക്കുന്നതിനാണ് വോയിസ് ഓവർ IP, അല്ലെങ്കിൽ വോപ്പ് ഫോൺ അല്ലെങ്കിൽ IP ഫോണിലൂടെ സംസാരിക്കുന്നതിനാണ് വോയിസ് ഓവർ IP കോൾ എന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ആ ഒരു IP ഫോൺ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴും ഈ വോയിസ് ഫോണുകളുടെ സഹായത്തിൽ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ആ ഒരു IP ഫോൺ ഉണ്ടാകാം. അപ്പോൾ അവിടെ നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മോഡം ഉണ്ടാവും. മോഡത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു റൗട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ മോഡത്തിൽ നിന്നായിരിക്കാം. ആ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു സർവീസ് പ്രൊവൈഡർ, അതായത് ഈ ഒരു നമുക്ക് തരുന്ന ISP സർവീസ് പ്രൊവൈഡർ, നമുക്ക് ആ ഒരു സർവീസ്, അതായത് ആ വോപ്പിൻ്റെ, അത് വോയിസ് ഓവർ IPയുടെ ആ ഒരു സർവീസ് തരുന്ന പ്രൊവൈഡർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ജിയോ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് പ്രൊവൈഡറാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നേരെ ആ ഒരു സർവീസ് ഉപയോഗിച്ച്, ആ വോയിസ് ഓവർ IP സർവീസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു IP ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റ് നമുക്ക് ആ ഒരു കോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലാൻഡ് പോർട്ടും ആ ഒരു IP ഫോൺ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ അടുത്തൊരു സർവീസ് പ്രൊവൈഡറും കൂടി വേണം. അതായത് ആ ഒരു ISP കൂടി ആ ഒരു വോയിസ് ഓവർ IP നൽകുന്ന ഒരു ISP ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫോൺ, ആ ഒരു ടെലിഫോൺ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു വോയിസ് ഓവർ IP, അതായത് ഇൻ്റർനെറ്റിലൂടെ ആ ഒരു കോള് സാധ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ വിളിക്കുന്ന ആ ഒരു ഫോണിൻ്റെ ഫോൺ നമ്പർ, അതായത് ഒരു ഫോൺ നമ്പറിനെ ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു IP നമ്പറായിട്ട്, ഫോൺ നമ്പറിനെ ഒരു IP നമ്പറായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിന് പറയുന്നത് സെഷൻ ഇനീഷ്യേഷൻ പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. സെഷൻ ഇനീഷ്യേഷൻ പ്രോട്ടോക്കോൾ എന്നാണ് പിന്നെ പറയുന്നത്, SIP. ഈ ഒരു SIPയുടെ സഹായത്തോടു കൂടിയാണ് ആ ഒരു ഫോൺ നമ്പേഴ്സിനെ ആ ഒരു IP നമ്പേഴ്സായിട്ട് മാറ്റി ത്രൂ ഇൻ്റർനെറ്റ് വഴി ആ ഒരു കോൾ അവിടെ സാധ്യമാക്കുന്നത്. ഇത് തന്നെ റിയൽ ടൈം ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നും പറയും. അതായത് ഈ ഒരു IP അഡ്രസ്സിനെ ഈ ഒരു പാക്കറ്റ്സിൻ്റെ രൂപത്തിലാക്കിയിട്ട് ആ ഇൻ്റർനെറ്റിലോട്ട് കടത്തിവിട്ട് അത് എവിടെയാണോ നമ്മൾ വിളിക്കുന്നത് അവിടെ നിന്നും തിരിച്ചും ആ ഒരു വോയിസിൻ്റെ ആ ഒരു ട്രാൻസിസ്റ്റ് സാധ്യമാക്കുന്ന ആ ഒരു പ്രക്രിയ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത് റിയൽ ടൈം ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ RTP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളാണ്. സോ ഈ ഒരു SIP പ്രോട്ടോക്കോളും അതുപോലെ തന്നെ RTP പ്രോട്ടോക്കോളും, അതായത് SIP മീൻസ് ആ ഒരു നമ്പറിനെ ആ ഒരു IPയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ RTP എന്ന് പറയുന്നത് ആ ഒരു IPനെ ആ ഒരു അഡ്രസ്സ് വച്ചിട്ട് ആ ഒരു വോയിസ് ഓവർ IP കോൾ സാധ്യമാക്കുന്നതിനെയാണ് ആ രണ്ട് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാണ് ഈ ഒരു വോയിസ് ഓവർ കോൾ സാധ്യമാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മെയിനായിട്ട് അറിഞ്ഞിരുന്ന ആ ഒരു വോയിസ് ഓവർ ഫോണും വോയിസ് ഓവർ IPയും അല്ലെങ്കിൽ വോയിസ് കോൾ നമ്മൾ സാധ്യമാക്കുന്നത്. അപ്പോൾ അതിന് ഇത്രയും തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ആ ഒരു സർവീസ് പ്രൊവൈഡറിനും ആ ഒരു ഫംഗ്ഷൻ തന്നെ, അതായത് ആ വോപ്പ് ഫംഗ്ഷൻ, അതായത് ആ വോയിസ് ഓവർ IP ഫംഗ്ഷൻ തരുന്ന ഒരു പ്രൊവൈഡർ ആയിരിക്കണം. പിന്നെ ഇതുപോലെ ഫിസിക്കലി ഒരു ഫോൺ തന്നെ വേണമെന്നില്ല ആ ഒരു കോൾ സാധ്യമാക്കണമെങ്കിൽ. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ആയാലും മതി. അവിടെയാണ് നമുക്ക് ഈ ഒരു സ്കൈപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതിനകത്ത് കൂടിയൊക്കെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു വോയിസ് ഓവർ IP കോൾ തന്നെയാണ്. അതായത് ആ ഒരു ഇൻ്റർനെറ്റിലൂടെയാണ് ആ ഒരു കോൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊത്തം പ്രക്രിയനെ പറയുന്നതാണ് ആ ഒരു വോപ്പ്, അതായത് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലൂടെ ആ ഒരു വോയിസ് കോൾ സാധ്യമാക്കുന്നത്, വോയിസ് അല്ലെങ്കിൽ വീഡിയോസ് കോളൊക്കെ സാധ്യമാക്കുന്ന, അല്ലെങ്കിൽ വോയിസ് കോൾ സാധ്യമാക്കുന്നതിനാണ് വോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രക്രിയയാണ്, നമ്മുടെ ഇൻ്റർനെറ്റിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് വോയിസ് ഓവർ IP അഥവാ വോപ്പ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. IP ഫോണുകളൊക്കെ നമുക്ക് പല ഓഫീസുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഫോൺസ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ആ ഒരു ഫോൺ നമ്പേഴ്സ് ഉണ്ടാവും. ഫോൺ നമ്പേഴ്സിന് അതിൻ്റേതായിട്ടുള്ള IP ഫോൺ ഉണ്ടാവും. അത് തന്നെ അവരുടെ ഓഫീസ് ചിലപ്പോൾ വേറൊരു രാജ്യത്തായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കാം, വേറൊരു സിറ്റിയിലായിരിക്കാം. അപ്പോൾ അവിടെ ആയിരിക്കാം ഒരു സെർവർ ഇരിക്കുന്നത്. അപ്പോൾ സെർവറുമായിട്ട് ഈ ഒരു ഫോണുകളൊക്കെ കണക്റ്റഡ് ആയിരിക്കും. സ്റ്റാറ്റിക് IP പോലെ, അതായത് സ്റ്റാറ്റിക് IP എടുത്തിട്ട് ആ ഒരു IP വെച്ചിട്ട് എല്ലാം കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അത് കോൾ ചെയ്യാനും അവർ വലിയ ക്യാഷ് എക്സ്പെൻസീവ് അല്ലാണ്ട് ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോക്കൽ കോൾസ് ചെയ്യാനൊക്കെ ആ ഒരു വോയിസ് ഓവർ IP ആ ഒരു ടെലിഫോൺ ഉപയോഗിച്ച് സാധിക്കും. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന വാട്സപ്പ് കോള്, ഫേസ്ബുക്കിലും അതിലൊക്കെ ഉപയോഗിക്കുന്ന സ്കൈപ്പിലൊക്കെയുള്ള ആ ഒരു കോളുകളൊക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വോപ്പ്, വോയിസ് ഓവർ IP കോള്. ഇതാണ് ആ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ച്. ജസ്റ്റ് ഇതൊന്ന് വോയിസ് ഓവർ IP വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് ഈ വോപ്പ് ഫോൺ അല്ലെങ്കിൽ IP ഫോണൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക.